ഓക്കെ, ജോബി ആദ്യമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ശബ്ദാനുകരണമാണോ? സിനിമാ താരങ്ങളാണോ? തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. നല്ലൊരു കൈഡി കൊടുക്കാം. ജോബിയുടെ തൃശ്ശൂർ പൂരത്തോടു കൂടി വിളിക്കാൻ കഴിയുന്നു. എപ്പോഴും പറയില്ല ഞാൻ, നിങ്ങൾക്ക് ഇഷ്ടം തോന്നി അപ്പം കൈയ്യടിച്ചോ കൊള്ളാം. ഓക്കെ, അടുത്തായിട്ട് നമുക്കറിയാം പണ്ട് കാലത്ത് അമ്മമാരൊക്കെ അമ്മിയിട്ടിട്ട് അരച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാ കറി വെച്ചിരുന്നത്. ഇന്ന് മിക്സി ഇല്ലെങ്കിൽ ഭർത്താവിന്റെ മുഖത്ത് പോലും നോക്കില്ല. ഒരു മിക്സിയുടെ ശബ്ദം. കുറച്ചു കാലം കഴിയുമ്പോ ഈ മിക്സി അല്പം മോശമായി തുടങ്ങും. അപ്പൊ ആ മിക്സിയുടെ ശബ്ദത്തിന് ഒരു വേരിയേഷൻ ഉണ്ട്. ഈ ശബ്ദം മിക്സിയിൽ നിന്ന് കേട്ടാൽ ആണുങ്ങളായ ചേട്ടന്മാര് വിചാരിച്ചോ മിക്സി പുതിയത് വാങ്ങിക്കേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് കുക്കർ. നമുക്കറിയാം കാലത്ത് കിടന്ന് ഒന്ന് ഉറങ്ങാം. രാത്രി 12 മണി 1 മണിക്കാണ് വന്നത്. ഭാര്യമാർക്ക് നമ്മളോട് എന്തെങ്കിലും ദേശീയ 8 മണിയായിട്ട് കുക്കറിൽ വെച്ചാൽ മതി. കഞ്ഞി വെച്ചിട്ട് പിന്നെ കറി വെച്ചാൽ മതി. ഭാര്യമാരെ ഫുൾ സിമ്പിളിട്ടിട്ട് ആ മിക്സി അതിൽ വരുന്ന ശബ്ദത്തിന് പ്രത്യേക ഒരു കാണുന്നുണ്ട്. മിക്സിയുടെ കുക്കറിന്റെ ശബ്ദം. നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ആവശ്യം പോലെ ചക്കയുണ്ട്. ഇച്ചിരി കുറവാണെങ്കിലും ചക്കയ്ക്ക് കുറവൊന്നുമില്ല. ഈ പഴച്ചക്കയൊക്കെ ആണെങ്കിൽ അതിന്റെ ചുറ്റും ഈച്ച വന്നു കൂടും. ഈച്ച ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോ അതിനൊരു പ്രത്യേക താളമുണ്ട്, ശബ്ദമുണ്ട്. ഈച്ചയുടെ ശബ്ദം. സ്പീഡ് ബോട്ട്. നമുക്കറിയാം പ്രളയമൊക്കെ വന്നപ്പോ നമ്മളൊക്കെ രക്ഷിക്കാൻ ബോട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയത്. ആ ബോട്ടിന്റെ ശബ്ദം. ചാലക്കുടിപ്പുഴയിൽ വെള്ളം ഉയർന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയപ്പോ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു ഇനി ബോട്ട് കൊണ്ട് അവിടെ പോകാൻ പറ്റിയ ഒഴുക്കിപ്പെടുമ്പോ അപകടം ഉണ്ടാവും. അപ്പോ നമ്മുടെ നാട്ടിലേക്ക് വന്നു ഹെലികോപ്റ്റർ. ആ ഹെലികോപ്റ്ററിന്റെ ശബ്ദം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാം. ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ശബ്ദമുണ്ട്. ഒരു ഫ്ലൈറ്റിന്റെ ശബ്ദം. Your attention please. Atlanta, continue to Marta. There's a stagger running. The Royal Bus taking Royal. ഇഷ്ടപ്പെട്ടില്ലേ? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കാണ് സ്കൂളിൽ പഠിക്കുമ്പോ മിമിക്രിക്കൊക്കെ മാർക്ക് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ അനുകരിക്കണം. നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. മലയാള സിനിമാ താരങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. ആദ്യമായിട്ട് ബാബു നമ്പൂതിരി. ஒரு பாட்டு பாடம் சரக்கு வச்சிருக்க வெளுத்து வச்சிருக்க கருத்தோட வெளுத்து போட்ட ஓமடிச்சிருக்க ഞാൻ പോകേ. MS തൃപ്പൂണിത്തറ. അതായത് ചാലക്കുടി നമ്മുടെ MP ആയിരുന്ന നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഇന്നസെന്റിന്റെ ശബ്ദം പരിഗണിക്കുന്നു.
താങ്ക് യു. Thank you very much. ലിജോ കുര്യന്റെ കാറ് അല്പം ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കണം എന്നറിയുന്നു. ലിജോ ഇവിടെ ഉണ്ടെന്നാണ് കരുതുന്നത്. ലിജോന്റെ കാറ് ഒരല്പം ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം എന്നൊരു അസൗകര്യമുണ്ടെന്ന് ഇവിടെ അറിയുന്നു.